ഹലോ, ഇത് കൊടകര ഫെസ്റ്റിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം പോസ്റ്റ് ചെയ്യാണ്ടിരുന്നതാണ് കേട്ടോ. കൊടകര ഫെസ്റ്റിനായിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളത് നേരെ പാസ്സൊക്കെ കാണിച്ച് അകത്ത് നിന്നപ്പോൾ കണ്ടത് ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും അല്ല ആലോചിച്ചത്, ഇവരങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ഇവർക്ക് ശ്വാസം മുട്ടില്ലേ, ഇവർ വെള്ളം എന്താ പറയുക വായിലോട്ട് പോയില്ലേ, ഇതൊക്കെയാണ് ഞാൻ കിടന്ന് ആലോചിക്കുന്നത്. പക്ഷേ ഇവർ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതും നല്ല എക്സ്പീരിയൻസുള്ള ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും എൻ്റെ ആലോചന അതൊക്കെയാണ്. നേരെ അകത്തോട്ട് പോയി പിന്നെ പെറ്റ് ഷോ ഉണ്ടായിരുന്നു കേട്ടതാ. ഒരു ജീവി മറ്റൊരു ജീവിക്ക് ഹായ് കൊടുക്കുന്ന ഒരു അസുലഭ നിമിഷം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പെറ്റ് ഷോ എന്ന് പറയുമ്പം അധികം നമ്മുടെ ഈ കോഴികൾ, മറ്റേ ബേർഡ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കണ്ടത്. പിന്നെ ഒന്ന് രണ്ട് ഞാൻ കാണാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് നമ്മുടെ സ്നേക്കിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളാണ് കൂടുതലും ഇതിൻ്റെ അടുത്ത് കഴുത്തിലോട്ട് ഇടുന്നത്, വലിയവരൊന്നും അങ്ങനെ ഇടുന്നതേ ഇല്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരുമാതിരിയായി. കാരണം എനിക്ക് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എന്തോ പോലെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം കണ്ട് ഇത് മുതലയാണോ എന്താ എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അതിനെ കുറച്ചേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇതിനെനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഇതിൻ്റെ ഫോട്ടോ കുറച്ച് നേരം ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ കുഞ്ഞു കുട്ടികളൊക്കെ തലയിൽ കൂടെ സ്നേക്സിനെയൊക്കെ ഇങ്ങനെ ഇടുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ സെറ്റായി. പിന്നെ അവൾ നല്ല പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയും കാര്യങ്ങൾക്കും. അവിടെ വന്ന പിള്ളേരൊക്കെ എങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ അത് കണ്ടപ്പോഴേ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അവിടെ നിന്ന്. പിന്നെ നമ്മൾ കുറേ പെറ്റ് ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി കാണുന്ന ഈ ബേഡ്സും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസ് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബേഡ്സ് കുറേ ഉണ്ടായിരുന്നു, അവിടെ പറന്നും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അവിടെ പുതുമയായിട്ടുള്ള ബേഡ്സും കാര്യങ്ങളും ഇങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ അവിടെ കുറേ ഷോ എന്താ പറയുക കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അങ്ങനെ അങ്ങോട്ട് പോയി വായി നോക്കി നിൽക്കുന്നുണ്ട്, ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തെപ്പോഴത്തേക്ക് ഞാൻ സ്റ്റക്കായി കേട്ടോ. കുറേ മിഠായികളുണ്ടായിരുന്നു. പിന്നെ എന്താ പുളിമുട്ട കണ്ടപ്പോഴത്തേക്ക് എന്താ ചാടി പറിക്കാതെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴയ പുളിമുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലടാ, എന്താ പറയുക അത്രയ്ക്ക് രുചിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന ഒന്ന് രണ്ടെണ്ണം പറക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെപ്പോൾ ഞാൻ സ്റ്റക്കായി. ഇവിടെ എത്തിയപ്പോൾ പിന്നെ എന്താ പറയുക ബാഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഇർഫാൻ പറയണ്ടായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റേ നാഗകളുടെ സീനില്ലേ അതാ അവന് ഓർമ്മ വരുന്നതെന്ന്. ഞാൻ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ കണ്ടാലും ബാഗ്സ് വാങ്ങും, പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഒരു പാനിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കഴിക്കാൻ നിന്നിട്ടില്ല. ഇത് ഒരു പാനിപ്പൂരി വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു വെള്ളമോ തോണി പോലെ സന്ധ്യ കയറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കയറിയിട്ടില്ല കേട്ടോ. അപ്പം എന്നാൽ അത്രയുള്ളൂ. ടാറ്റാ.